നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട 100 ഗ്രാമർ റൂൾസിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 10 പ്രധാനപ്പെട്ട റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ റൂൾസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് എക്സാംസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓർത്തിരിക്കേണ്ട കൺസെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക, നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ്. ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്ന റൂൾ 11 ആണ്. സോ ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഇതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു റൂള് അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. കാര്യം അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എക്യുപ്മെൻറ്റ്സ് ആർ എക്സ്പെൻസീവ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള റൂൾ 4 കാര്യം പഠിച്ചിരുന്നു. സിംഗുലാർ ഫോമിൽ മാത്രമുള്ള കുറച്ച് അൺകൗണ്ടബിൾ നൗൺസിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. അങ്ങനെ സിംഗുലാർ ഫോമിൽ മാത്രമുള്ള അൺകൗണ്ടബിൾ നൗൺസിന് സിംഗുലാർ വെർബാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു വാക്കാണ്. എക്യുപ്മെൻറ്റിന് സിംഗുലാർ ഫോം മാത്രമേ ഉള്ളൂ, ഈ ഒരു എസ് ഇല്ല. സോ ഈ ഒരു ഭാഗത്തൊരു തെറ്റുണ്ട്. അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത് സിംഗുലാർ ആയിട്ടുള്ള അൺകൗണ്ടബിൾ നൗൺ ആണ്. അതിന് സിംഗുലാർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. സോ എക്യുപ്മെൻറ്റ് ഈസ് എക്സ്പെൻസീവ് എന്നാണ് വരേണ്ടത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ഇതും അതുപോലൊരു വാക്കാണ്. ഐ ഹാഡ് എ ലോട്ട് ഓഫ് ബാഗേജസ്. സോ ഇവിടെ സെയിം കാര്യം തന്നെ അപ്ലൈ ചെയ്ത് നോക്കാം. ബാഗേജസ് എന്ന് പറയുന്ന വേർഡും സിംഗുലാർ ഫോം മാത്രമുള്ള അൺകൗണ്ടബിൾ നൗൺ ആണ്. അങ്ങനെയുള്ള വാക്കിന് ഈ പറയുന്ന പ്ലൂറൽ ഫോം ഉണ്ടാകില്ല. സോ ഇവിടെ ബാഗേജസ് എന്ന് പറയുന്നതിന് പകരം ബാഗേജ് എന്നായിരുന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിരുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ലഗേജ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ലഗേജ്, ബാഗേജ്, എക്യുപ്മെൻറ്റ്, ഫർണിച്ചർ, അങ്ങനെയുള്ള കുറേ സിംഗുലാർ ഫോം മാത്രമുള്ള അൺകൗണ്ടബിൾ നൗൺസ് ഉണ്ട്. അങ്ങനെയുള്ള വാക്കുകൾക്ക് സിംഗുലാർ വേർബാണ് ഉപയോഗിക്കേണ്ടത്. സോ ഇവിടെ വേർ എന്ന് പറയുന്നത് തെറ്റാണ്. അതിന് വരെ വാസ് ആയിരുന്നു വരേണ്ടത്. സോ ഇവിടെ കറക്റ്റഡ് ആയിട്ടുള്ള വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ റൂൾ 4 പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഒരു എക്സ്റ്റൻഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ആ കൂടുതൽ വേർഡ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ നമ്മൾ എക്സ്പ്ലനേഷൻ രീതിയിൽ കൊടുക്കുന്നുണ്ട്. റൂൾ 11. These are singular uncountable nouns and agree with only singular verbs. 2 കാര്യങ്ങളോട് ഓർത്തിരിക്കണം. ഒന്ന് സിംഗുലാർ ഫോം മാത്രമുള്ള അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ആൻഡ് ദേ അഗ്രി ഒൺലി വിത്ത് സിംഗുലാർ വേർബ്സ്. അങ്ങനെയുള്ള മറ്റു വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂസ്, ഇൻഫർമേഷൻ, ക്രോക്കറി, ഫുട്വെയർ, മെഷീനറി, സമ്മൻസ്. ഇതുപോലുള്ള വാക്കുകൾ ഓർത്തിരിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഒട്ടുമിക്ക എക്സാമുകൾക്കും ഈ പറയുന്ന സബ്ജക്റ്റ് വേർഡ് അഗ്രിമെൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് സ്ഥിരം ചോദിച്ചു വരുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓർത്ത് വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റൂൾ 12 ആണ്. സോ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഷൂ ഈസ് എക്സ്പെൻസീവ്. വളരെ ഈസി ആയിട്ട് മനസ്സിലാവും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റെന്ന് പറയുന്നത്? ഷൂ എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഷൂസ് എന്നാണ് എപ്പോഴും ഉപയോഗിക്കേണ്ടത്. ഷൂ എന്ന വാക്കല്ല, ഷൂസ് ആർ എക്സ്പെൻസീവ് എന്നാണ് ഇവിടെ വരേണ്ടത്. സോ കറക്റ്റ് ഫോം എന്ന് പറയുന്നത് ഷൂസ് ആർ എക്സ്പെൻസീവ്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ സിംഗുലാർ ഫോം മാത്രമുള്ള കുറച്ച് വാക്കുകൾ പഠിച്ചിരുന്നു. അതുപോലെ പ്ലൂറൽ ഫോം മാത്രമുള്ള കുറച്ചധികം വാക്കുകളുണ്ട്. അങ്ങനെയുള്ള ഒരു വാക്കാണ് ഷൂസ് എന്ന് പറയുന്നത്. ഷൂസിന് ഷൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഷൂസ് എന്ന് മാത്രമാണ് പറയാൻ പറ്റുന്നത്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലൂറൽ ഫോം ഓൺലി വേർഡ്സ് ആർ നൗൺസ് ദാറ്റ് ഹാവ് നോ സിംഗുലാർ ഫോം ആൻഡ് ആർ ഓൾവേസ് യൂസ്ഡ് ഇൻ പ്ലൂറൽ ഫോം സച്ച് എസ് ട്രൗസേഴ്സ്, pants, shoes, socks, headphones, glasses, scissors. ഇങ്ങനെയുള്ള വാക്കുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് they take only plural verbs. they take only plural verbs. നമ്മൾ നേരത്തെ പഠിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് പ്ലൂറൽ ഫോം മാത്രമുള്ള വാക്കുകളാണ്. ഇവർക്ക് ഈ പറയുന്ന സിംഗുലാർ ഫോം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് SHOE ഷൂ എന്ന് പറയാൻ പറ്റത്തില്ല, ട്രൗസർ എന്ന് പറയാൻ പറ്റത്തില്ല, പാൻറ് എന്ന് ചുമ്മാ പറയാൻ പറ്റത്തില്ല. എല്ലാത്തിനും എസ് ഉണ്ട്. അതായത് പ്ലൂറൽ ഫോം മാത്രമുള്ള വാക്കുകളാണ്. അങ്ങനെയുള്ള വാക്കുകൾ പ്ലൂറൽ വേർബ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇസ് മാറി ആർ ഇവിടെ വന്നത്. റൂൾ 30 കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. അടുത്ത ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ഷെഡ്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള ഷെഡ്യൂൾ പ്രകാരമുള്ള 9 സബ്ജക്റ്റ് മോക്കുകളും ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുമാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു ഫ്രീ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ടെലിഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ റൂൾ 13 നോക്കുവാണെങ്കിൽ നോട്ട് ഓൺലി ദ സ്റ്റുഡൻസ് ബട്ട് ഓൾസോ ദ ടീച്ചർ വെയർ നോട്ട് എക്സ്പെക്ടിങ് ദിസ് ന്യൂസ്. നോട്ട് ഓൺലി ദ സ്റ്റുഡൻസ് ബട്ട് ഓൾസോ ദ ടീച്ചർ വെയർ നോട്ട് എക്സ്പെക്ടിങ് ദിസ് ന്യൂസ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് തെറ്റെന്ന് നോക്കി. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്.
ഈ രണ്ട് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സബ്ജക്റ്റ് സ്റ്റുഡൻസും സെക്കൻഡ് സബ്ജക്റ്റ് ടീച്ചറുമാണ്. ഈ രണ്ട് സബ്ജക്റ്റ് അല്ലെങ്കിൽ രണ്ട് നൗൺസിനെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ച് വന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു റൂളിനകത്ത് നെയ്തർ നോർ ഐദർ ഓറിൻ്റെ പ്രയോഗം പഠിച്ചിരുന്നു. നെയ്തർ നോർ വെച്ചും ഐദർ ഓർ വെച്ചും രണ്ട് സബ്ജക്റ്റുകളെ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോഴേക്കിന് അവിടെ യൂസ് ചെയ്യുന്ന വേർബിൻ്റെ ഫോം എന്ന് പറയുന്നത് ആ വേർബിന് തൊട്ടടുത്തുള്ള സബ്ജക്റ്റിൻ്റെ ഫോം എന്താണാവോ ആ ഫോം ആയിരിക്കണം വേർബിന് ഉപയോഗിക്കേണ്ടത്. ഈ രണ്ട് സബ്ജക്റ്റുകളെ ജോയിൻ ചെയ്തിട്ടൊരു വേർബായിട്ട് വരുവാണെങ്കിൽ സെക്കൻഡ് സബ്ജക്റ്റ് ആയിരിക്കും എപ്പോഴും വേർബിന് അടുത്തായിട്ട് വരുന്നത്. അങ്ങനെയുള്ള സെക്കൻഡ് സബ്ജക്റ്റിൻ്റെ ഫോം എന്താണോ ആ ഫോമാണ് ആ വേർബിനും ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലും തെറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ വേറെന്ന് പറയുന്നതാണ് തെറ്റ് വരുന്നത്. കാരണം ഇവിടെ പ്ലൂറൽ ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന് തൊട്ടടുത്തുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സബ്ജക്റ്റ് ഇവിടെ ടീച്ചറാണ്. ടീച്ചർ എന്ന് പറയുന്നത് സിംഗുലാർ ഫോമിലാണ് ഈ ടീച്ചർ എന്ന വാക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വേറിന് പകരം വാസ് ആയിരിക്കണം വരേണ്ടിയിരുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നോട്ട് ഓൺലി ദ സ്റ്റുഡൻസ് ബട്ട് ഓൾസോ ദ ടീച്ചർ വാസ് നോട്ട് എക്സ്പെക്ടിങ് ദിസ് ന്യൂസ്. ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത് വെൻ ടു സബ്ജക്ട്സ് ആർ കണക്റ്റഡ് ബൈ ബിലോ ഗിവൺ വേർഡ്സ് ദ വേർബ് അഗ്രീസ് വിത്ത് ദ സബ്ജക്ട് ക്ലോസസ്റ്റ് ടു ഇറ്റ്. അതായത് സെക്കൻഡ് സബ്ജക്റ്റ്. അതായത് രണ്ട് സബ്ജക്റ്റുകളെ താഴെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും വാക്കുകളോ പ്രയോഗങ്ങളോ വെച്ചാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ വെർബിൻ്റെ ഫോം എന്ന് പറയുന്നത് ആ വേർബിന് തൊട്ടടുത്തുള്ള സബ്ജക്റ്റ്, അതായത് സെക്കൻഡ് സബ്ജക്റ്റിൻ്റെ ഫോം എന്താണോ ആ ഫോമിലായിരിക്കും വേർബിൻ്റെ ഫോമും വരുന്നത്. അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഐദർ ഓറ്, നൈദർ നോറ്, ഓറ് സിമ്പിളായിട്ട് വന്നാലും അതുപോലെ നോറ് സിമ്പിളായിട്ട് വന്നാലും അതുപോലെ തന്നെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറയുന്ന പ്രയോഗം. ഇനിയിപ്പോൾ റൂൾ 14 ചെക്ക് ചെയ്യാനായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹി എലോങ് വിത്ത് ദിസ് ഫ്രണ്ട്സ് ആർ കമ്മിങ് ടു ദ പാർട്ടി. ഇവിടെ എലോങ് വിത്ത് എന്ന് പറയുന്ന വാക്ക് വെച്ചിട്ടാണ് രണ്ട് സബ്ജക്റ്റുകളെ ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഐദർ ഓർ നെയ്തർ നോർ പോലുള്ള വാക്കുകൾ രണ്ട് സബ്ജക്ട്സിനെ ജോയിൻ ചെയ്യുമ്പം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ പറഞ്ഞിരുന്നു. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വാക്കുകൾ പ്രകാരം ചെയ്യേണ്ടത്. എലോങ് വിത്ത്, ഇൻ അഡീഷൻ ടു, ലൈക്ക്, അൺലൈക്ക്, അങ്ങനെ ഒരു സെറ്റ് ഓഫ് വേർഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള വാക്കുകൾ വെച്ചിട്ട് രണ്ട് സബ്ജക്റ്റുകളെ ജോയിൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ വേർബ് ഉപയോഗിക്കേണ്ട ഫോം എന്ന് പറയുന്നത് ഫസ്റ്റ് സബ്ജക്റ്റിൻ്റെ ഫോമാണ്. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹീ ആണ്. സെക്കൻഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആണ്. ഹീ സിംഗുലറിലും ഫ്രണ്ട്സ് പ്ലൂറൽ ഫോമിലുമാണ് ഉള്ളത്. ഇവിടെയുള്ള വേർബ് ഉപയോഗിക്കേണ്ടത് ഈ എലോങ് വിത്ത് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന രണ്ട് സബ്ജക്റ്റുകൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഇവിടെയുള്ള വേർബ് ഉപയോഗിക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റിൻ്റെ ഫോമാണ്. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് സിംഗുലറാണ്. ഹീ എന്ന് പറയുന്നത് സിംഗുലറാണ്. അതുകൊണ്ട് തന്നെ വേർബിൻ്റെ ഫോമും സിംഗുലർ ആവണം. അതായത് 6 തെറ്റാണ്. അതിന് പകരം ഇസ് വരുവാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവും. ആ റൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെൻ ടു സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ വേർഡ്സ് ലൈക്ക് ആസ് വെൽ ആസ്, ഇൻ അഡീഷൻ ടു, എലോങ് വിത്ത്, ദ വേർബ് ഷുഡ് അഗ്രി വിത്ത് ദ ഫസ്റ്റ് സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. ഇതേ രീതിയിൽ ഉപയോഗിക്കേണ്ട മറ്റ് കുറച്ച് വാക്കുകൾ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാക്കുകൾ തീർച്ചയായിട്ടും ഓർത്ത് നോക്കുക. കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് മച്ച് as, more than, together with, accompanied by, in the company of, with, along with, like, unlike, rather than, except, besides, but, including, excluding. ഇനിയിപ്പോൾ നമ്മൾ റൂൾ 15 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ള റൂളാണ് നമ്മൾ ഈ ഒരു റൂൾ 15 എന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ എന്താണെന്നുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാര്യം ഇവിടെ 2 കമ്പാരറ്റീവ് ഡിഗ്രിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മോർ എന്നും ഉപയോഗിച്ചിട്ടുണ്ട്, സ്മാർട്ടർ എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മോർ കട്ട് ചെയ്യുവാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഷീ ഈസ് സ്മാർട്ടർ ദാൻ ഹർ സിസ്റ്റർ. റൂൾ എന്ന് പറയുന്നത് ഡു നോട്ട് യൂസ് ഡബിൾ കമ്പാരറ്റീവ്സ് ഓർ സൂപ്പർലേറ്റീവ്സ്. കമ്പാരറ്റീവ് മാത്രമല്ല സൂപ്പർലേറ്റീവ്സിൻ്റെ കാര്യമാണെങ്കിലും ഡബിൾ യൂസ് പാടില്ല ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ. ഡു നോട്ട് യൂസ് ഡബിൾ കമ്പാരറ്റീവ്സ് ഓർ സൂപ്പർലേറ്റീവ്സ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ 5 വളരെ പ്രധാനപ്പെട്ട റൂൾസാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാ സൺഡേയ്സിലും രാവിലെ 10 മണിക്ക് ഈ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.